അന്വേഷണത്തിന് 1 മാസത്തെ കൂടി സമയം അനുവദിച്ചിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് അത്തരത്തിലൊരു നീക്കം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത്. സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, കാലാവധി പൂർത്തിയാകുമ്പോഴും അല്ലെങ്കിൽ കോടതി നേരത്തെ അനുവദിച്ച സമയം പൂർത്തിയാകുമ്പോഴും അന്വേഷണ സംഘത്തിന് ഒരു കണ്ടെത്തലുകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇനിയും ഉന്നതർ ഉണ്ടാകുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകുന്നില്ലല്ലോ. കോടതി എത്ര സമയമാണ് കൂടുതലായി അനുവദിച്ചത്? അഭിലാഷ്, അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടിക്രമങ്ങൾ നടക്കുന്നത്. ഇതിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 1 മാസം കൂടി അന്വേഷണ സംഘത്തിന് സമയം ദീർഘിപ്പിച്ചു നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതാവാം കൂടുതൽ സമയം. അതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഈ നീക്കമുണ്ടായത്. ഒരു ഇടക്കാല ഉത്തരവും നിരീക്ഷണവും കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ കോടതിയിൽ നിന്ന് ഉണ്ടാവും. മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ച പോലെ വ്യക്തമാണ് ഒരു കാര്യം. കാരണം കൂടുതൽ കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആരിലേക്ക് പോകുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഓർക്കുക, കഴിഞ്ഞ നവംബർ 5-നാണ് 2ാം ഇടക്കാല റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അന്ന് വന്നപ്പോൾ ഈ വിഷയം കഴിഞ്ഞ മാസം 5-നാണ് വന്നത്. അന്ന് വന്നപ്പോൾ കോടതി ചില ശാസ്ത്രീയ പരിശോധനകൾക്ക് അന്വേഷണ സംഘത്തിന് കൂടുതൽ സമയം അനുവദിച്ചിരുന്നു. അതായത് ശബരിമല ക്ഷേത്രത്തിലെത്തി കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതിയാണ് കൊടുത്തത്. ആ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 3ാം ഇടക്കാല റിപ്പോർട്ടിൽ ആ കണ്ടെത്തലുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ല, കൂടുതൽ കണ്ടെത്തലുകൾ നടത്താൻ വേണ്ടിയാണോ കൂടുതൽ സമയം ദീർഘിപ്പിച്ച് നൽകിയത്? അതിനുമപ്പുറം കൂടുതൽ ആളുകളിലേക്ക് കടക്കാനുണ്ടോ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആ പേരുകാരിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. 1 മാസം കൂടി ദീർഘിപ്പിച്ച് നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ രീതിയിൽ കൂടുതൽ സമയം അനുവദിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടക്കാനുണ്ട് എന്ന അന്വേഷണ സംഘത്തിൻ്റെ വാദം കോടതി അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ 3ാം ഇടക്കാല റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ കോടതി ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാം. എന്തായാലും 3ാം ഇടക്കാല റിപ്പോർട്ടിലെ ഈ കണ്ടെത്തൽ എന്ത് എന്നതിൽ നമുക്ക് കൂടുതൽ പരിശോധന വേണ്ടിവരും. കോടതിയിൽ നിന്ന് വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ കോടതിയുടെ ചില നിരീക്ഷണങ്ങളും പുറത്തു വരാനുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, വീണ്ടും 1 മാസം കൂടി ദീർഘിപ്പിച്ച് നൽകുന്നതിലോടുകൂടി തന്നെ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ സുപ്രധാനമായൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇനിയും നടപടികൾ ഉണ്ടാകും. അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും നീക്കങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന നീക്കങ്ങൾ പോലും നമുക്ക് ഉണ്ടായാൽ തള്ളിക്കളയാനാകില്ല. കാരണം ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് പത്മകുമാർ വരെ ഉള്ളവരിലേക്കാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘം പോകുമോ എന്നതാണല്ലോ സജിത്ത് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിലടക്കം ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പേരുകളിലൊന്ന് കടകംപള്ളിയുടേതാണ്. മുൻ ദേവസ്വം മന്ത്രി കൂടിയായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് ബന്ധമുണ്ട് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ എന്ന നിലയിൽ പരിചയപ്പെടുത്തുകയും അല്ലെങ്കിൽ അത് സ്പോൺസർ ആക്കണമെന്ന് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തത് മന്ത്രിയാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി ഉണ്ടായിരുന്നു പത്മകുമാറിന്റെ ഭാഗത്ത് എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്ഥിരീകരിക്കാവുന്ന ഒന്നല്ല. എങ്കിൽ പോലും പത്മകുമാർ വരെ മാത്രം എത്തി നിൽക്കുന്ന ഒരു കൊള്ളയാണോ നടന്നിട്ടുള്ളത്? ഇതിൽ മറ്റുള്ളവർക്ക് കൂടി പങ്കുണ്ടോ? അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇത് അറിഞ്ഞിട്ടും നിശബ്ദത പാലിച്ചോ? ഇതൊക്കെ ഇനിയും അറിയേണ്ടതായി ഉണ്ടല്ലോ സജിത്ത്. തീർച്ചയായും ഇക്കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരുപക്ഷെ നമുക്ക് 2ാം ഇടക്കാല റിപ്പോർട്ടിലെ ഈ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ ഉദാഹരിക്കാം. അതായത് ശാസ്ത്രീയ പരിശോധന അടക്കം വേണം, അതിന് കൂടുതൽ സമയം ആവശ്യമുള്ളത് എന്നതാണെന്ന് അവരാവശ്യപ്പെട്ടത്. ഇതിനിടയിലാണ് കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന ചില സൂചനകളൊക്കെ കോടതി പങ്കുവയ്ക്കുകയും ചെയ്തത്. അതായത് സജിത്ത്, ഇപ്പോഴിതാ ജനുവരി 3 വരെയാണ് അന്വേഷണം തുടരാനായി സമയം അനുവദിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശരിയാണ്, ഈ സൂചിപ്പിക്കുന്നത് പോലെ 1 മാസം കൂടി സമയം ലഭിക്കുകയാണ്. ഇന്ന് ഡിസംബർ 3 ആണല്ലോ. അപ്പോൾ ജനുവരി 3 വരെ എന്ന് പറയുമ്പോൾ 1 മാസത്തെ സമയം അവസാനിക്കുകയാണ്. 1 മാസത്തെ സമയം അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. FIR ഉൾപ്പെടെയുള്ള രേഖകൾ. യെസ്, പറയൂ. ചില കൂട്ടിച്ചേർക്കൽ കൂടി നമുക്ക് നടത്താനുണ്ട്. ഇതിൽ EDയുടെ ചില നീക്കം കൂടി ഇന്ന് കോടതി പരാമർശിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ED അന്വേഷണ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ED ഈ കേസിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. നേരത്തെ ഇത് വന്നപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് വിചാരണ വിട്ടുകൊടുക്കുകയാണ് അന്ന് ജഡ്ജിമാർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഉണ്ടാവുന്ന ദേവസ്വം ബെഞ്ചിന്റെ തീരുമാനം വരുന്നത് വിചാരണ കോടതിയുടെ പരിഗണനയ്ക്ക് വിഷയം വിടുകയാണ്. സർക്കാരിന്റെ കൂടി അഭിപ്രായം പറഞ്ഞ ശേഷം തീരുമാനമെടുക്കാമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ED ഈ കേസിലേക്ക് വരുന്നത് സർക്കാർ എതിർക്കാനാണ് സാധ്യത. അപ്പോൾ കൊല്ലം വിചാരണ കോടതിയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ ED കൂടി ശബരിമല സ്വർണ്ണമോഷണ കേസിലേക്ക്
അതായത് BJP-യുടെ നിരന്തരമായ ആവശ്യം കേന്ദ്ര ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. CBI പോലെയുള്ള സംഘം അന്വേഷിക്കണമെന്നുള്ളതാണ്. CBI ഉദ്യോഗസ്ഥരെ കൂടി ഇതിന്റെ ഭാഗമാക്കണമെന്നുള്ളതാണ്. അപ്പോഴും സജിത്ത്, ED എന്നതൊരു കേന്ദ്ര ഏജൻസിയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ സജിത്ത്. തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസി വരുന്നതോടുകൂടി ചിത്രം ഒരുപക്ഷെ മാറിയേക്കാം. സംസ്ഥാനത്തെ പല പ്രമാദമായ കേസുകളിലും സംസ്ഥാന സേനകൾ, സംസ്ഥാനത്തെ അന്വേഷണ സംവിധാനങ്ങൾ അന്വേഷിച്ച കേസുകളിലും കേന്ദ്രസേന നേരിട്ട് ഇടപെട്ടതാണ്. CBI അന്വേഷിച്ച കേസുകളിൽ പോലും ED അന്വേഷണം നടന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലൈഫ് മിഷൻ അടക്കമുള്ള കേസുകൾ ഉദാഹരണമാണ്. സമാനമായി ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിലേക്കും ED അന്വേഷണം വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ED ഈ ആവശ്യവുമായി പലവട്ടം നിയമ സംവിധാനങ്ങളെ ബന്ധപ്പെട്ടതാണ്, ഹൈക്കോടതിയിൽ ഹർജി നൽകിയതാണ്. പക്ഷേ അന്ന് ആ ഡിവിഷൻ ബെഞ്ച് അത് പരിഗണിച്ച് ദേവസ്വം ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് അന്നതുണ്ടായത്. ഇപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന തീരുമാനം ഹൈക്കോടതി എടുത്തിരിക്കുകയാണ് ED-യുടെ ആവശ്യത്തിന്മേൽ. അങ്ങനെയെങ്കിൽ കൊല്ലത്തെ വിജിലൻസ് കോടതി ഈ വിഷയം പരിഗണിക്കേണ്ടി വരും. അവിടെ സർക്കാരിൻ്റെ അഭിപ്രായം തേടും. അഭിപ്രായം തേടുമ്പോൾ സർക്കാർ പറയുന്ന നിലപാട് ശ്രദ്ധേയമാണ്. സർക്കാർ സ്വാഭാവികമായും ED അന്വേഷണത്തെ എതിർക്കാനായിരിക്കും സാധ്യത. എന്തായാലും ഈ വിഷയത്തിലേക്ക്, ഈ അന്വേഷണത്തിലേക്ക് ED വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ED അന്വേഷണ ആവശ്യവുമായി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ കോടതിക്ക് മുന്നിൽ ഈ ആവശ്യവുമായി എത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും 1 മാസം അന്വേഷണ സംഘത്തിന് സമയം ദീർഘിപ്പിച്ചു നൽകി. യെസ്, അതാണ് TG സജിത്ത് നൽകുന്ന റിപ്പോർട്ട്. ഏറ്റവും പുതിയ വിശദാംശം എന്ന നിലയിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അന്വേഷണ സംഘത്തിന് 1 മാസം കൂടി സമയം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് കോടതിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പരാമർശങ്ങൾ ഉണ്ടായോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങനെ ഒരു തുറന്ന കോടതിയിലല്ല ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത്. എന്തായാലും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണത്തിന്റെ ഭാഗമാകുന്നുവെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ആളാണ് N വാസു എന്നുള്ളത്. അതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും ഒടുവിൽ അറസ്റ്റിൽ ആയിട്ടുള്ളത് പത്മകുമാർ എന്ന CPM-ന്റെ നേതാവ് കൂടിയാണ് എന്നുള്ളതാണ്. അതായത് ED പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് വരുന്നുവെങ്കിൽ, ശബരിമല പോലെയുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നുവെങ്കിൽ, അവിടെ ഇത്തരം രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ ഉള്ളവർ കൂടി കൂടുതലായി ചോദ്യമുനയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ വിഷയത്തിൽ എങ്ങനെയാണ് സർക്കാർ പ്രതിരോധത്തിലാകുന്നത്, CPM പ്രതിരോധത്തിലാകുന്നത് എന്ന്. ഏറ്റവും ഒടുവിൽ, അതായത് പത്മകുമാറിൽ നിന്ന് ഇനി എന്തൊക്കെ, അല്ലെങ്കിൽ ഏത് കണ്ണിയിലേക്ക് പോകുമെന്നുള്ളതാണ് ഏറ്റവും അടുത്തറിയേണ്ടത്. കാരണം CPIM-ന്റെ, അതായത് വളരെ ചെറുപ്പം മുതൽ ചങ്ങനാശ്ശേരി NSS കോളേജിലും ആലപ്പുഴ കോളേജിലുമൊക്കെ വിദ്യാഭ്യാസം, ആലപ്പുഴ SD കോളേജിലും വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് അടക്കം ഇടത് യുവജന സംഘടനകളുടെ ഭാഗമായിരുന്നു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് അദ്ദേഹം CPM-ലേക്ക് എത്തുന്നത്. 25-ാമത്തെ വയസ്സിൽ തന്നെ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയ ആളാണ്. 1983-ൽ CPM-ന്റെ ആദ്യ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയിൽ രൂപീകൃതമായപ്പോൾ അതിൽ അംഗമായിട്ട്